ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറച്ചിന്റെ ലീഡർമാരുടെ പുതിയ പുതിയ കണ്ടെത്തലുകളും അവരുടെ ആശങ്കകളുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വളരെ വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമ്മുടെ ഒക്കെ കൊണ്ടു കടന്ന ഒരു കാര്യമുണ്ട്. മറ്റു ആൾക്കാർ കമ്പനി തുടങ്ങുന്നു, വലിയ കുറ്റമാണ്, വലിയ കുറ്റം. മറ്റ് ലീഡർമാർ കമ്പനി തുടങ്ങുന്നു എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ്. ഇങ്ങനെ തന്നെയാണ് ലീഡർമാരും. പ്രതാപൻ എങ്ങനെയാണ് പുതിയ പുതിയ കമ്പനി തുടങ്ങിയത്? പ്രതാപൻ 2000 മുതൽ ഇതുപോലെയുള്ള മണി ചെയിൻ RMB മുതൽ മണി ചെയിൻ ചെയ്ത് ശീലിച്ച പ്രതാപൻ 2010 പുതിയ കമ്പനിയുമായി വരുന്നു. 2018 അതിനേക്കാൾ വലിയ കമ്പനിയായി. ആദ്യത്തെ കമ്പനി പൊട്ടി, അത് ജയിലായി. അതിനുശേഷം മറ്റൊരു ആൾക്കാരെ കണ്ടുമുട്ടുകയും റീതയെ കണ്ടുമുട്ടുകയും റീതയുമായി ചേർന്ന് പുതിയൊരു ആശയം എല്ലാവരെയും അതിന് മുന്നേ തന്നെ ഈ കേരളത്തിലൊക്കെ ഉള്ളതാണ്. നമ്മുടെ എന്താണ് സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയിട്ട് ആൾക്കാരെ പറ്റിക്കാം. സൂപ്പർ മാർക്കറ്റുകളുടെ പേരിൽ ആ സമയത്തൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ മാറ്റി സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകളുടെ പേരിൽ നമ്മുടെ ലോകത്തെ എമ്പാടും സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയ തട്ടിപ്പ് തന്നെയാണ്. അപ്പോൾ അതിനുശേഷമാണ് സെയിം സാധനം പ്രതാപനും തുടങ്ങുന്നത്. സൂപ്പർ മാർക്കറ്റുകളുടെ പേരിൽ ആദ്യമൊക്കെ ഒന്നോ രണ്ടോ ലോഡ് സാധനം കൊടുക്കും, പിന്നെ സാധനവുമില്ല, ഒന്നുമില്ല. പണം 700-ന് ആദ്യം തുടങ്ങുന്നു, പിന്നെ അത് 10,000-ലേക്ക് മാറ്റുന്നു, പിന്നെ 50,000-ലേക്ക് മാറ്റുന്നു, 3 ലക്ഷം ആവുന്നു, 5 ലക്ഷം ആവുന്നു, 10 ലക്ഷം ആവുന്നു. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷം അവരുടെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. 3100 കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം പിരിച്ചെടുത്തത്. ആൾക്കാരെ, രോഗികളായവരെ, റിട്ടയർ ആയവരെ, അല്ലെങ്കിൽ വലിയ ഭൂമുടമകൾ, ഒന്നുമില്ലാത്തവൻ പേരെ ലോൺ എടുത്തിട്ടും പണ്ടം പണയം വെച്ചിട്ടും കിടപ്പാടം പണയം വെച്ചിട്ടും പ്രതാപന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത് പ്രതാപനെയും ശ്രീനെയും അവർ കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര പക്ഷേങ്കിൽ കുറ്റം തേച്ചും അവരെ പറ്റിച്ച ലീഡർമാർക്കാണ്. പറ്റിച്ച ലീഡർമാർക്കും കുറ്റമില്ല, പക്ഷേങ്കിൽ അവരെ പോലെ മന്ദബുദ്ധികളായിട്ട് അഭിനയിക്കാത്തവരാണ് കുറ്റവാളികൾ. കേസ് കൊടുത്തവർ കുറ്റവാളികൾ. ഇവന്റെ തട്ടിപ്പ്, ശ്രീനയുടെയും പ്രതാപനെയും തട്ടിപ്പ് വിളിച്ചു പറയുന്നവർ കുറ്റവാളികൾ. കേസെടുത്തവർ കുറ്റവാളികൾ, കേസ് കൊടുത്തവർ കുറ്റവാളികൾ, അല്ലെങ്കിൽ ഇതിനെതിരെ പരാതി പറഞ്ഞവർ കുറ്റവാളികൾ എന്നുള്ള ഭൂലോക വിഡ്ഢിത്തത്തിനെ കൂട്ടുനിൽക്കാത്തവരെല്ലാം നെഗറ്റീവാണ്. പോലും നെഗറ്റീവ്. ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ? ഉളുപ്പ്. അപ്പോൾ എങ്ങനെയാണ് ഷമീനയും ഷിബുവും, അല്ലെങ്കിൽ എന്താ മറ്റവൻ്റെ പേരെന്താണ്, സതീഷ്, അവരെ എല്ലാം, സതീഷും ജിനിലും മാത്രം കുറ്റവാളികളാകുന്നത്? 3100 കോടി ഒരു രേഖയുമില്ലാതെ നിയമവിരുദ്ധമായിട്ട് കളക്ട് ചെയ്ത ശ്രീനെയും പ്രതാപനെയും നിങ്ങൾക്ക് പറയാൻ പറ്റാത്തടത്തോളം കാലം നിങ്ങളൊക്കെ ഇവർക്കെതിരെയും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അവരും തട്ടിപ്പ് നടത്തിക്കോട്ടെ, പക്ഷേങ്കിൽ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ഇത് പാടില്ല. ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയത് ശ്രീനെയും പ്രതാപനുമാണ്. അവർക്കെതിരെ പറയാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനേക്കാൾ ചെറിയ തട്ടിപ്പ് നടത്താൻ പോകുന്നവരെ നിങ്ങൾക്ക് കുറ്റവാളികളായി പറയാൻ പറ്റുക? ഇവർ പറയുന്നത് വലിയ തമാശ എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ തട്ടിപ്പുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അതേവായി ഇതൊക്കെ തട്ടിപ്പ് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരുപാട് പാവങ്ങളുടെ പണമുണ്ട്, EDക്ക് നിയമപരമായിട്ട് പൈസ തിരിച്ചു കൊടുക്കാനുള്ള റൂളില്ല, റൂൾ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പരാതി കൊടുത്തേനെ എന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ കമ്പനിയുടെ വലങ്കൈയായി നടക്കുന്ന അജിത് ഷാജി എന്ന് പറയുന്നത്. അജിത് ഷാജിക്ക് എല്ലാം അറിയാം ഇവര് തട്ടിപ്പ് നടത്തിയവരാണെന്നും. അജിത് ഷാജിക്കല്ലേ, ഇനി എല്ലാവർക്കും അറിയാം തട്ടിപ്പ് നടത്തിയാണെന്ന്. പക്ഷെങ്കിൽ ഇവർക്ക് കമ്പനിക്കെതിരെ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പോലീസ് കേസെടുത്തിരിക്കുന്നു, 55ഓളം കേസെടുത്തിരിക്കുന്നു. നിയമസഭയിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു ഇത് തട്ടിപ്പാണെന്ന്. ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു.
പ്രഥമ ദൃഷ്ട്യാ കുറ്റവാളിയാണെന്ന് ഇഡിയുടെ ട്രയൽ കോടതി പറഞ്ഞിരിക്കുന്നു. ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. 11,500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും ഇവന്മാര് പറയുന്നു ഹൈറിച്ച് ഞങ്ങളെ പറ്റിച്ചിട്ടില്ല എന്ന്. അപ്പോ ഇവരാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ആദ്യം നിങ്ങൾക്ക് സ്വബുദ്ധി ഉണ്ടാവട്ടെ. നിങ്ങളും പറ്റിക്കപ്പെട്ടവരാണ്. പറ്റിക്കപ്പെട്ടാൽ നിയമപരമായിട്ടാണ് പോരാണ്ടത്. അല്ലാണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ആ പറ്റിച്ച കമ്പനിയെ താങ്ങിക്കൊണ്ട് നടന്നിട്ടല്ല നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടത്. താങ്ങികളെ എന്നാണ് പറയാനുള്ളത്. ബൈ.